ഈ സീസൺ IPLന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ വളരെയധികം ഡോമിനേറ്റ് ചെയ്ത ടീമുകളിൽ ഒന്നായിരുന്നു GT. ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ 12 മത്സരത്തിൽ 3 എണ്ണം മാത്രമായിരുന്നു അവർ തോറ്റത്. അവരുടെ ബൗളിംഗ് ലൈനപ്പും ടോപ്പ് 3യുടെ ബാറ്റിംഗുമായിരുന്നു മെയിനായി അവർക്ക് വിജയങ്ങൾ സമ്മാനിച്ചത്. എന്നാൽ ടൂർണമെന്റിന്റെ അവസാന മത്സരങ്ങളായപ്പോഴേക്കും ഗുജറാത്തിന്റെ ബൗളിംഗ് ലൈനപ്പ് ശരിക്കും എക്സ്പോസ് ആയി തുടങ്ങിയിരുന്നു. ഡൽഹി, ലക്നൌ, ചെന്നൈ തുടങ്ങി 3 ടീമുകൾക്കെതിരെ 200-ന് മുകളിൽ അവരുടെ ബൗളിംഗ് ലൈനപ്പ് വിട്ടുകൊടുത്തപ്പോൾ എലിമിനേറ്ററിൽ മുംബൈക്കെതിരെയും അതുതന്നെ ആവർത്തിച്ചു. ഗുജറാത്തിന്റെ ബൗളിംഗ് യൂണിറ്റും അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും അവരുടെ തന്നെ സ്റ്റാൻഡേർഡ് വെച്ച് ഏറ്റവും മോശമായി കളിച്ചത് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന 2 മത്സരത്തിലായിരുന്നു. ആദ്യ 10 ഓവറിൽ തന്നെ ടൂർണമെന്റിൽ ആദ്യമായിട്ടായിരുന്നു ലക്നൌവിനെതിരെ GTയുടെ ടോപ്പ് ഓർഡർ ഈ സീസണിൽ പുറത്തായത്. ചെന്നൈക്കെതിരെയും അതുതന്നെ ആവർത്തിച്ചപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ കിട്ടിയ മൊമെന്റം ടോട്ടലായി നഷ്ടപ്പെടുത്തിയാണ് GT പ്ലേ ഓഫിലേക്ക് പോയത്. മുംബൈക്കെതിരെ നടന്ന മത്സരത്തിൽ ഫീൽഡിംഗ് പിഴവുകൾ തിരിച്ചടിയായതോടെ ടീം എലിമിനേറ്റ് ആവുകയാണ് ഉണ്ടായത്. ഈവൻ എഫ് GTയുടെ ടോപ്പ് 3 ആണ് കളിക്കുന്നത് എന്ന് പറയാമെങ്കിലും വാഷിംഗ്ടൺ സുന്ദർ, ഷാരൂഖ് ഖാൻ, റദർഫോർഡ് തുടങ്ങി 3 പേരും ഈ സീസണിൽ മിഡിൽ ഓവേഴ്സിൽ ഇമ്പാക്റ്റ്ഫുള്ളായി കളിച്ചിട്ടുണ്ട് എന്ന വസ്തുത നിഷേധിക്കാൻ പറ്റില്ല. നമ്പർ 4 ആയി സുന്ദർ വന്ന 2 മത്സരത്തിലും താരം ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. റദർഫോർഡും സെയിം പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. സോ ഒരു ബാറ്റിംഗ് യൂണിറ്റ് എന്ന നിലയിൽ സുന്ദറിനെ കൂടി സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവരുടെ ലൈനപ്പ് നല്ലത് തന്നെയാണ്. അടുത്ത സീസണിലേക്ക് അവർ പോകുമ്പോൾ അതിനു മാത്രം വലിയ മാറ്റം ബാറ്റിംഗ് ലൈനപ്പിൽ വേണമെന്ന് തോന്നുന്നില്ല. കോഹ്ലി, സോൾട്ട്, പട്ടിദാർ തുടങ്ങി ടോപ്പ് ഹെവി ലൈനപ്പിനെ പടിക്കലിനെ 1 ഡൗൺ ആക്കി RCB എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പോലെ സുന്ദറിനെ വേണമെങ്കിൽ 1 ഡൗണിലാക്കി ബട്ട്ലറെ നമ്പർ 4 ആക്കി അടുത്ത സീസണിൽ പരീക്ഷണം നടത്താൻ ടീമിന് പറ്റും. സുന്ദർ ടോപ്പ് ഓർഡർ താരമായി കരിയർ തുടങ്ങിയ താരമാണ്. IPLൽ താരത്തിന്റെ ബാറ്റിംഗ് പ്രോപ്പറായി ഒരു ടീമും ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനൂജ, ലോംറോർ തുടങ്ങി ചില താരങ്ങളെ റിലീസ് ചെയ്ത് ക്വാളിറ്റി ബാക്കപ്പ് ഓപ്ഷൻ GTക്ക് അടുത്ത വർഷത്തേക്ക് നോക്കാവുന്നതാണ്. ഇൻ കേസ് മിഡിൽ ഓർഡറിലേക്ക് ഒരു പ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനായി ഒരു പുതിയ പ്ലെയറെ നോക്കാം. ഇതല്ലാതെ കാര്യമായ അഴിച്ചുപണിയൊന്നും ടീമിൽ നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ബൗളിംഗിൽ റാഷിദ് ഖാൻ ഈ സീസണിൽ അടി വാങ്ങിക്കൂട്ടിയതാണ് ടീമിനൊരു വലിയ തലവേദനയായി മാറിയത്. കാരണം എപ്പോഴും റാഷിദിന്റെ 4 ഓവർ ടീമുകൾ ശ്രദ്ധയോടെ നേരിടുന്ന ഓവറുകളായിരുന്നു. പക്ഷേ റീസെന്റായി താരത്തിന്റെ ഫോമിൽ ഒരു ഡിപ്പ് വന്നത് GTയെ ശരിക്കും അഫക്റ്റ് ചെയ്തിരുന്നു. സായ് കിഷോർ ഫിംഗർ സ്പിന്നർ ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നോക്കി മാത്രമേ താരത്തെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. സോ അത് GTയുടെ ഒരു ബോളിംഗ് വീക്ക്നെസ് ആയിരുന്നു. ഫാസ്റ്റ് ബോളിംഗ് ലൈനപ്പ് ലാസ്റ്റ് 2-3 മത്സരങ്ങളിൽ പിന്നോട്ട് പോയെങ്കിലും ഓവറോളായി നന്നായി തന്നെ പെർഫോം ചെയ്തിരുന്നു. കൃഷ്ണ 25 വിക്കറ്റ് നേടി സ്റ്റാൻഡ് ഔട്ട് ആയപ്പോൾ സിറാജ് 17 വിക്കറ്റ് നേടിയിരുന്നു. റബാദ 1 മന്ത് സസ്പെൻഷൻ കഴിഞ്ഞു വന്നപ്പോൾ താരത്തിന് ഒട്ടും ഋതം കിട്ടുന്നില്ലായിരുന്നു. കോച്ച് CM ഡിപ്പെൻഡബിൾ അല്ലായിരുന്നു. സോ വിദേശ ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻസ് വേണമെങ്കിൽ അവർക്ക് റീതിങ്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളായതുകൊണ്ട് അവരെ തന്നെ വീണ്ടും ബാക്ക് ചെയ്യാം. കാരണം അടുത്ത വർഷം മിനി ഓപ്ഷൻ നടക്കുമ്പോൾ അതിന് മാത്രം വലിയ ക്വാളിറ്റി ലേലത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പുതിയതായി വരുന്ന കുറച്ച് താരങ്ങളും കഴിഞ്ഞ ലേലത്തിൽ അൺസോൾഡ് ആയവരും പിന്നെ ടീമുകൾ റിലീസ് ചെയ്യുന്നവരുമായിരിക്കും ലേലത്തിൽ വരിക. സോ മേജർ താരങ്ങളെ റിലീസ് ചെയ്യുന്നത് അബദ്ധമായി മാറാനും ചാൻസ് ഉണ്ട്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ബാറ്റിംഗ് ലൈനപ്പിലേക്കും ബോളിംഗ് ലൈനപ്പിലേക്കും 1-2 ഷഫിൾ കൊണ്ടുവരേണ്ട ആവശ്യം മാത്രമേ GTക്ക് തൽക്കാലമുള്ളൂ.